ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖലഖൽ ഇൻസാന സമാനിയത്തു ഹിസാലി. നിശ്ചയമായിട്ടും അല്ലാഹു തആല പടച്ച തമ്പുരാൻ മനുഷ്യനെ 8 കാര്യങ്ങളെ കൊണ്ട് പഠിച്ചിട്ടുണ്ട്. എത്ര 8 കാര്യങ്ങളെ കൊണ്ട് പഠിച്ചിട്ടുണ്ട്? അല്ലാഹു തആല 8 സംഗതിയിൽ ഒരു മനുഷ്യൻ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. അതില് അർബഅത്തും മിൻഹാ ലി അഹ്ലിൽ ജന്ന. ആ 8-ല് 4 സംഗതികൾ സ്വർഗനിവാസികളുടേതാണ്. ആരുടേതാണ്? പിന്നെ അർബഅത്തും അഹ്ലിന്ന. ഒരാളെ എത്ര വസ്തുവിൽ പഠിച്ചിന്? 8 സംഗതിയിൽ. അതിന് 4 എന്ത്? സ്വർഗത്തിൽ കിടക്കുന്നവരുടെ ലക്ഷണം. പിന്നെ 4 നരകത്തിൽ കിടക്കുന്ന. നോക്കാതെ ഏത് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ? വലിക്കും ബൈക്ക്. സ്വർഗത്തിൽ കിടക്കുന്നവരുടെ 4 ലക്ഷണങ്ങൾ. ഒന്ന് നല്ല പുഞ്ചിരി കൊണ്ടുള്ള മുഖം. പുഞ്ചിരി കൊണ്ടുള്ള മുഖം. എപ്പോഴും അവരുടെ മുഖത്തിൽ ഒരു ലക്ഷണം ഉണ്ടാവും. ചിരിച്ചോണ്ടുണ്ടാവും, സന്തോഷത്തിലുണ്ടാവും. നോക്ക്, അല്ലാഹു റസൂലായി പറയുന്നത് സ്വർഗത്തിൽ കിടക്കുന്നവന് ഇതെപ്പോഴും വീടെല്ലാം ഒരു ജാതി വേണ്ടേ, ഒരു ചൊടി വരും പോലെ, ഒരു വെറുപ്പ് പോലെ, ഒരു സന്തോഷമില്ലാത്ത മുഖം. അതേസമയത്ത് സ്വർഗത്തിൽ കിടക്കുന്നവന്റെ മുഖം നല്ല ലക്ഷണമുള്ള, എപ്പോഴും ചിരിച്ചോണ്ട്, പുഞ്ചിരിച്ചോണ്ട്, ആരെ കണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് കൈ കൊടുത്തിട്ട് സ്വീകരിക്കുന്ന, ഓടിക്കൊണ്ട് പോന്ന, സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്ന മുഖമാണ്. രണ്ടാമത്തത് വലിസാനും ഫസീഹും. നല്ല നാവ്. ഫസീഹായ നാവ്. നാവിൽ വേണ്ടാത്തത് പറയുന്നേയില്ല. ബായി തുറന്നങ്ങ് വേണ്ടാത്തത് കൊണ്ടുതന്നെ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖ് സലാസ്. ആയത്തുൽ മുനാഫിഖ് സലാസ്. മുനാഫിഖിന്റെ, കപടവിശ്വാസിയുടെ ലക്ഷണം 3 എണ്ണമാണ്. മുനാഫിക്കിന്റെ ലക്ഷണം എന്ത്? ആരാ മുനാഫിഖ്? ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫല മിനൻ നാർ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഒന്ന് ഇദാ ഹദ്ദസ കദബ. അവർ സംസാരിച്ച കളവേ സംസാരിക്കും. നേര് തപ്പിക്കും പറയാല. നേരെന്താക്കിയാല? മുണ്ടി അങ്ങ് കളവേ ചെന്നു. അവക്ക അനക്കറിയില്ല, ഞാനില്ല, ഞാനറിയില്ല. സംസാരിച്ച കളവേ സംസാരിക്കും. വാഗ്ദത്തം ചെയ്താൽ ഞാൻ വരാം, ഞാൻ തരാം, ഞാൻ എത്താം പറഞ്ഞെങ്കിൽ വാഗ്ദത്തത്തിൽ ലംഘനം ചെയ്യും. കഴിഞ്ഞില്ല. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസ വഞ്ചന ചെയ്യും. വിശ്വാസം ഈ 3 ലക്ഷണം ഒരു തനിയിലുണ്ടായാൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വർഗത്തിൽ കിടക്കുന്നവന്റെ ലക്ഷണമാണ് ലിസാനുൻ ഫസീഹുൻ, ഫസീഹായ നാവ്. പിന്നെ 3ാമത് ഖൽബുൻ തഖിയ്യുൻ. ഖൽബുൻ തഖിയ്യിന്റെ ഖൽബ്. തഖിയ്യിന്റെ ഖൽബിനെ തഖ്വയുള്ള ഖൽബ്, ശുദ്ധിയായ ഖൽബ്. ആരെ പറ്റി ഹസദില്ല, ആരെ പറ്റി ചതിയില്ല, ആരെ പറ്റി ദ്വേഷമില്ല, ആരെ പറ്റി നഞ്ചി നരക്കല്ലേ, അതില്ല. ഇത് ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കാം. ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖം, സന്തോഷത്തിന്റെ മുഖം. എപ്പോ നോക്കിയാൽ പ്രസന്നതയിലുണ്ടാവും. എപ്പോഴും ഇങ്ങനെ വീട് വീർപ്പിച്ചിട്ട്, വീട് ബലിയാക്കിയിട്ട് അങ്ങനല്ല. രണ്ടാമത്തത് നല്ല നാവ്, നല്ല സംസാരിക്കുന്ന നാവ്. 3ാമത്തത് തഖ്വ. തഖ്വ എന്റെ സ്റ്റോപ്പ് ഹൃദയമാണ്. ഞങ്ങളുടെ കൽബ് തഖ്വയുടെ കൽബായി മാറും. കളവ് ചെല്ലാത്ത, വഞ്ചനയില്ലാത്ത, അസുതില്ലാത്ത ആ കൽബിന്റെ ഉള്ളിൽ വേണ്ടാത്തത് കയറ്റി വെക്കാൻ പാടില്ല. അവനെ കണ്ടെക്കാന്നില്ല, ഓനെ കണ്ടെക്കാന്നില്ല. അവനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരണോ, ഓൻ്റെ എന്തെങ്കിലും കട്ടിട്ടെടുക്കണോ, അല്ല ഓനിക്ക് ഉപദ്രവമാണോ, അവൻ തേടണോ, അവൻ നട്ടം തിരിയണോ, ഈ നിലക്കുള്ള കൽബ് ഞങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. 4ാമത് ധർമ്മിഷ്ഠന്റെ കൈ. ആര് കേട്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും കൊടുക്കുന്ന മനസ്സ്. ഇപ്പൊ വന്നോ, കേൾക്കാൻ വന്നായിരിക്കോ, അല്ലെങ്കിൽ തിന്നാൻ വന്നായിരിക്കോ, പുരക്കാരൊക്കെ വന്നിട്ടാകുമ്പോ ബേജാറാന്ന്. ചായ കുടിക്കുമ്പോ വന്നോ, ചോറ് വയ്ക്കുമ്പോ വന്നോ. അതല്ല
എന്ത് ചോദിച്ചെങ്കിലും കൊടുക്കാനുള്ള കൈ, കൊടുത്തത്ര സന്തോഷം. പടച്ചോനെ ഞങ്ങളുടെ പല്ലിന്താർ വെയിച്ചല്ലേ, ഞങ്ങളുടെ പല്ലിന്താർ ചായ കുടിച്ചല്ലേ, പടച്ചോനെ എനിക്ക് അവനിത് കൊടുക്കാൻ കഴിഞ്ഞല്ലേ. പെണ്ണ് അങ്ങനില്ല, 5 പെണ്ണുണ്ടാവും, ഒന്ന് കൊടുക്കലാ. നിങ്ങൾക്ക് ചെറിയ ഇതെന്ത് ജീവിതത്തിൽ നല്ല നിലയ്ക്ക് ഇതിനൊന്ന് ഇതാക്കിയിട്ട് ചെല്ലു. ഒന്നാമത്തത് പുഞ്ചിരിയുടെ മുഖം. പുഞ്ചിരി അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നല്ല, സൈക്കിളിൽ വിടാൻ പോലെ കിട്ടി ചിരിച്ചോണ്ട് വിരാന്തന്മാരെ പോലെ, അതല്ല. ആരെ കണ്ടെങ്കിൽ ആ മുഖത്തിൽ അപ്പളഞ്ഞ ചിരി ഫ്ലാഷാണ്, അറിയില്ലേ? സ്മൈൽ, ചെറിയൊരു സ്മൈൽ കണ്ട പാടില്ല. അൽഹംദുലില്ലാ. ഇത് നോക്കുന്നില്ല, ഇതില വന്നോണ്ട് പോന്നാരി, ഇതില പാഞ്ഞോണ്ടുള്ളാരി, ഞങ്ങൾ വന്ന മൊബൈൽ ഒത്തിക്കൊണ്ടു, അല്ല വേറെ എന്തെങ്കിലും പണിയിൽ, അതല്ല. ഞങ്ങളെ എപ്പോഴും നല്ല എന്ത് മുഖം, പുഞ്ചിരിയുടെ മുഖം. പിന്നെ നല്ല നാവ്, നല്ല സംസാരമുള്ളത്. വേണ്ടാത്തത് വരാനേ പാടില്ല, ബായി വേണ്ടാത്തത് സംസാരിക്കാനേ പാടില്ല. കിട്ടിയതിലുള്ള സത്യം ഇടുന്ന, കളവ് ചൊല്ലുന്ന, ബൊബ്ബിടുന്ന, ഉപ്പാനെ പറയുന്ന, ഉമ്മാനെ പറയുന്ന, എത്ര വലിയ കുറ്റം അത്. മൂന്നാമത്തത് തഖിയായ കൽബ്, തഖ്വയുടെ കൽബ്. തഖ്വയെ പറ്റി റസൂൽ പറഞ്ഞ തഖ്വ ഹുനാ, തഖ്വ ഇവിടെയാണ്, ഹൃദയത്തിലാണ്, കൽബിന്റെ ഉള്ളിൽ വരണം. പിന്നെ നാലാമത്തത് സത്യം, കൊടുക്കുന്ന കൈ, ധർമ്മിഷ്ഠന്റെ കൈ. എന്നിട്ട് ബൈക്ക് നരകത്തിന്റെ, ഇനി നരകനിവാസികളുടെ 4 ലക്ഷണം പഠിക്കണ്ടേ? നിങ്ങൾ അർത്ഥനാക്കി നിങ്ങളുടെ വീടിനെ നിങ്ങൾ നോക്കി, സ്വന്തം ഒരിക്കൽ കണ്ണാടി എടുത്ത് നോക്കി, എന്റെ വീട് ഒരു യാബിസും, കട്ടൊളിച്ചു പോയവന്റെ മുഖം, കട്ടൊളിച്ചു പോയവന്റെ മുഖം, മുഖത്തിൽ പ്രസന്നതയില്ല, മുഖം ഇങ്ങനെ ബലിയാക്കിട്ട് എന്തോ ഒരു കെട്ടുകൊടുത്തവരെ പോലെ. ബൈക്ക് വലിസാനും ഫായിഷും, വെടക്കത്തരം മുണ്ടുന്ന നാവ്. ഏത് നാവ്? വായിൽ മുണ്ട് തന്നെ വെട്ടെ. നല്ലത് മുണ്ടാൻ അറിയുന്നില്ല, നല്ലത് സംസാരിക്കാൻ അറിയുന്നില്ല, വായിൽ വേണ്ടാത്തത് തന്നെ മുണ്ടത്. പിന്നെ കടുത്ത കൽബ്, കിർഫ് എന്നുള്ളത് ഇല്ലേ ഇല്ല, കരുണ എന്നുള്ളത് ഇല്ലേ ഇല്ല. അവൻ രണ്ട് പൊടി വീണൻ കൊസിയാണ്, അവൻ താഴേക്ക് വീണൻ കൊസിയാണ്, അവന്റെ കാർ ആക്സിഡന്റ് ആയി ഞങ്ങൾക്ക് കൊസിയാണ്, അവന്റെ പരക്ക് എന്തെങ്കിലും ആഫത്ത് വന്ന കൊസിയാണ്, അവന്റെ കിടാവിൽ ഉഷാറില്ലാണ്ടായി കൊസിയാണ്. ഈ നിലക്ക് ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കിയിട്ട് സദീദല്ലാത്ത കൽബ്, സദീദായ കൽബ്, നരകത്തിൽ കിടക്കുന്നവന്റെ കൽബ്. അവന് കിറുഫന്നെ ഇല്ലാതെ ചെന്ന് കേട്ടിട്ടില്ലേ? അവന് കരുണന്നെ ഇല്ലാതെ ചെന്ന് കേട്ടിട്ടില്ലേ? ഇല്ല, അറിഞ്ഞല്ല. കിറുഫന്നെ ഇല്ല അവന്, അവന്റെ കൽബ് ശരിയില്ല. പിന്നെ നാലാമത് ബഖീലിന്റെ കൈ. 10 പൈസ ഒരുത്തരെ കൊടുക്കാല, ഒരു ഉറുപ്പന്റെ ഉപകാരത്തിനാക്കിയാല, എറിഞ്ഞങ്ങോ ഓരോരുത്തർ തിന്നാൻ കൊടുക്കാല, അവന് അത് കൊടുക്കാല, ഒളിപ്പിച്ചിട്ട് പറ്റി ഞങ്ങളത് മാത്രം വേറെ നിറച്ച്. അങ്ങനല്ല, ഒരു 10 വന്നെങ്കിൽ അതിനെ ഓഹരി വെച്ചിട്ട് അവനും ഓനും കൊടുത്തു. ഇത് അപ്പൊ നോക്ക്, നരകത്തിന് അവനത് വായിക്കൊരിക്കൽ കൂടി. 1 കട്ടൊളിച്ചു പോയ മുഖം, കട്ടൊളിച്ചു പോയ മുഖം, എന്തെന്നില്ലാത്ത ബേജാറായിട്ടോ അവരെ വീട് നോക്കിയാൽ തന്നെ മതി, തെളികിട്ടല്ല. രണ്ടാമത് ലിസാനും, മോശപ്പെട്ട നാവ്. പിന്നെ സദീദായ കൽബ്, മയമില്ലാത്ത, കിർഫയില്ലാത്ത, കരുണയില്ലാത്ത കൽബ്. നാലാമത്തത് ബഖീലും, ലുബ്ധന്റെ, ബഖീലിന്റെ, ആർക്കുമെന്ന് കൊടുക്കാത്ത കൈ, സദഖ ചെയ്യാത്ത കൈ. അല്ലാഹു തആല ആ സ്വർഗത്തിൽ പറഞ്ഞ 4 നിവാസികളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. നരകത്തിന്റെ അടയാളങ്ങളുള്ള ആളുകളെ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അല്ലാഹു അവന്റെ ദീൻ അതനുസരിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ, മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, അവരെ പരലോകം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.